ഹലോ ഫ്രണ്ട്സ്, MT വ്ളോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളും ഞാനും അടങ്ങുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ മൊത്തത്തിൽ എന്തിന് ജീവിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് പോലും ഒരു കൃത്യമായ ഉത്തരം എന്ന് പറയുന്നത് സന്തോഷമുള്ള ജീവിതം ഉണ്ടാകുക എന്നുള്ളതാണ്. പക്ഷേ എല്ലാ ആളുകൾക്ക് ഈ പുതിയ കാലഘട്ടത്തിൽ സന്തോഷം ഇല്ലാതായി പോകുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് സന്തോഷത്തിന് കാരണമായ കാര്യങ്ങൾ എന്നുള്ളതും, എങ്ങനെ നമുക്ക് ജീവിതത്തിൽ സന്തോഷം നേടാം, ടെൻഷനും സങ്കടവും ദുഃഖവും ഒക്കെ ഒഴിവാക്കിയിട്ട് കൂടുതൽ സമയം സന്തുഷ്ടരായിരിക്കാൻ എങ്ങനെ പറ്റുമെന്നുള്ളതും, അതിൻ്റെ സൈക്കോളജി എന്താണ്, അതിൻ്റെ കെമിസ്ട്രി എന്താണ്, അതിൻ്റെ ശാസ്ത്രം എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സന്തോഷത്തിൻ്റെയും നമ്മുടെ ദുഃഖത്തിൻ്റെയും മുഴുവൻ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. നമുക്ക് ദുഃഖമുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ തന്നെയാണ്. മറ്റൊരാളല്ല നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷവും ദുഃഖവും തീരുമാനിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ശരിക്കും സന്തോഷം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ കാലം മുമ്പ് തന്നെ ശരിക്കും ചർച്ച ചെയ്യാനും പഠനം നടത്താനും തുടങ്ങിയ കാര്യമാണ്. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു പക്ഷേ ഇതിന് മുമ്പ് ആലോചിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വെറുതെ ആലോചിച്ച് നോക്കുക, സന്തോഷം കിട്ടുന്നത് എന്തൊക്കെ കൊണ്ടാണ്? നിങ്ങൾക്ക് സന്തോഷം കിട്ടണ എന്ത് വേണം? അപ്പോൾ നമ്മുടെ മറുപടി വരുന്നത് മിക്കവാറും നമുക്ക് പണമുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് അധികാരമുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവും, നല്ല കുടുംബം നല്ല ഫാമിലി ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവും, കുട്ടികളെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ സത്യത്തിൽ അതിനെക്കുറിച്ചുള്ള പഠനം പറയുന്നത്, നമുക്ക് ഈ പണവും അധികാരവും അത്തരം എല്ലാ കാര്യങ്ങളെ കൊണ്ട് നമുക്ക് കിട്ടുന്നത്, നമുക്ക് ആകെ ലഭിക്കേണ്ട സന്തോഷത്തിൻ്റെ 25% മാത്രമാണ്. ബാക്കി 75% എന്ന് പറയുന്നത് ഇതൊന്നുമല്ല സത്യത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. അതെന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത്. ആ 75% നമ്മൾ അറിയപ്പെടുന്ന തന്നെ സൈലൻറ്റ് 75 എന്നുള്ളതാണ്, അറിയപ്പെടാത്ത 75%. ആ 75% നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാവുന്ന കാര്യം എന്ന് പറയുന്നത്, നല്ല പവറുള്ള എന്ന് പറഞ്ഞാൽ നല്ല സാമ്പത്തികമായി ഫിനാൻഷ്യലി സൗണ്ടായിട്ടുള്ള, നല്ല സൗന്ദര്യമുള്ള, നല്ല വീടുള്ള, നല്ല വാഹനമുള്ള, നല്ല ജോലിയുള്ള, നല്ല സ്റ്റാറ്റസ് ഉള്ള, സമൂഹത്തിൽ അംഗീകാരമുള്ള ചില ആളുകളെ നോക്കിയാൽ അവരെപ്പോഴും ദുഃഖിതരായിട്ട് നമുക്ക് കാണാം. അതേസമയത്ത് നേരെ തിരിച്ച് ഒട്ടും സാമ്പത്തികമില്ലാത്ത, നല്ലൊരു വീട് പോലും ഇല്ലാത്ത, ജോലി ഇല്ലാത്ത, ആരോഗ്യം ക്ഷയിച്ചു പോയ ചില ആളുകൾ ഭയങ്കര ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ, ഈ ഹാപ്പിനെസ് തീരുമാനിക്കുന്ന സത്യത്തിൽ ശരീരത്തിലെ കുറേ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ആ കെമിക്കൽ റിയാക്ഷൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹോർമോൺസ് ഏതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഏതാണ്, അതെങ്ങനെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാം, അതെങ്ങനെ ബാലൻസ് ചെയ്യാം, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ എല്ലാ ഹോർമോണുകളും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആളുകളുടെ സന്തോഷത്തിൻ്റെ അളവുകൾക്ക് വ്യത്യാസമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു തോതും അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ കോപ്പറേഷൻ തമ്മിലുള്ള ബന്ധമാണ്. എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പായസം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒരേ അളവിൽ അരിയും അത് വേണ്ട മസാലകളും എല്ലാം 10 വ്യത്യസ്ത കുക്കിന് നൽകുകയാണ് എന്ന് വിചാരിക്കാം. അങ്ങനെ 10 പേർക്ക് ഒരേ അളവ് സാധനങ്ങൾ കൊടുക്കുകയും ബിരിയാണി ഉണ്ടാക്കാൻ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ, തീർച്ചയായും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ 10 പേരുണ്ടാക്കുന്ന ബിരിയാണിയും ഒരേ ടേസ്റ്റ് ആയിരിക്കില്ല, വേറെ ടേസ്റ്റ് ആയിരിക്കാം. യാദൃശ്ചികമായിട്ട് 1-2 ബിരിയാണി ഒരേ ടേസ്റ്റ് വരാം. അത് പായസമാണെങ്കിൽ, ഈവൻ ഒരു ചായ ഉണ്ടാക്കാൻ കൊടുത്താൽ പോലും ഒരേ അളവിൽ സാധനം വ്യത്യസ്ത ആളുകൾക്ക് കൊടുക്കുകയും ഒരേ സാഹചര്യങ്ങൾ കൊടുക്കുകയും ചെയ്താൽ ഒരേ ടേസ്റ്റിൽ കിട്ടണമെന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു തോതുമായി ബന്ധപ്പെട്ടാണ്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഹാപ്പി ഹോർമോൺസുകളുടെ ഒരു ബാലൻസിങ് ആണ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺസ് എന്നറിയപ്പെടുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻഡോർഫിനാണ്. ഈ എൻഡോർഫിൻ ശരീരത്തിൽ സെക്രീറ്റ് ചെയ്ത് വരണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ വേണ്ടിയുള്ള, അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ അധ്വാനിക്കുക എന്നുള്ളതാണ്. അധ്വാനിക്കുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക. നിങ്ങൾ ശരിക്കും നോക്കിയാൽ അറിയാം, സത്യത്തിൽ ഈ രാവിലെ ഓടാൻ പോകുന്നത്, നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വലിയ കായിക അധ്വാനമുള്ള ഫുട്ബോൾ കളിക്കുന്നത്, വോളിബോൾ കളിക്കുന്നതൊക്കെ സത്യത്തിൽ ഭയങ്കര റിസ്കി ജോബാണ്. അധ്വാനിക്കണം, നന്നായിട്ട് ഓടണം, ശരീരം വേർക്കണം. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആ പ്രോസസ്സ് കഴിയുമ്പോൾ ആളുകൾക്ക് സന്തോഷമാണോ ദുഃഖമോ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്കറിയാം, ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. നിങ്ങൾ ഏത് പാർക്കിലോ അല്ലെങ്കിൽ റോഡ് സൈഡിലോ രാവിലെ ജോഗിങ് കഴിഞ്ഞിട്ട് എന്നുള്ള ശ്വാസം വിട്ടുകൊണ്ട് ഒരാൾ റെസ്റ്റ് എടുക്കുന്നിടത്ത് വന്നു കഴിഞ്ഞാൽ അയാളുടെ ഒരു ഹാപ്പിനെസ് ആയിട്ട് മുഖത്ത് ശരിക്കും തെളിഞ്ഞ് കാണാൻ പറ്റും. കാരണം നമ്മൾ എക്സസൈസ് ചെയ്യുന്നതോടുകൂടെ എൻഡോർഫിൻസ് പ്രൊഡക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണോ നമ്മൾ എക്സസൈസ് കൂട്ടുന്നത്, കായികാധ്വാനം കൂട്ടുന്നത്, അപ്പോഴൊക്കെ നമ്മുടെ എൻഡോർഫിൻ്റെ അളവ് കൂടും. അങ്ങനെ കൂടുമ്പോൾ ഹാപ്പിനെസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ എൻഡോർഫിൻ കൂടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരു എക്സസൈസ് മാത്രമല്ല, കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. എൻഡോർഫിൻ കൂടാൻ വേണ്ടി എക്സസൈസ് ചെയ്യുന്നത് പോലെ മറ്റൊരു കാര്യമാണ് ചിരിക്കുക എന്നുള്ളത്. ചിരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഹഹ എന്ന് പറഞ്ഞ് ചിരിക്കുന്നതിനേക്കാൾ ഏറെ ഫണ്ണി ആയിട്ടുള്ള, തമാശയുള്ള സിനിമകൾ കാണുക, കോമഡി സീനുകൾ കാണുക, തമാശ പറയുക, അങ്ങനെ ചെയ്തിട്ട് ചിരിക്കാനുള്ള അവസരങ്ങൾ എത്ര കൂടുന്നു അപ്പോഴൊക്കെ നമുക്ക് എൻഡോർഫിൻ്റെ അളവ് കൂടുന്നതാണ്. അതുപോലെ ചെറിയ യാത്രകൾ പോകുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ ചെറുത് വലുതെന്നൊന്നുമില്ല. സാധാരണ ഇതിൽ സ്ഥിരം പോകുന്ന നമ്മുടെ വീട്, നമ്മുടെ ജോലി സ്ഥലം, ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് കവിഞ്ഞിട്ട് വീക്കെൻഡിലോ അല്ലെങ്കിൽ മന്ത്ലിയോ നമ്മൾ കുറച്ച് വിട്ടിട്ട്
വിട്ട് എവിടെയെങ്കിലും പോയിട്ട് താമസിക്കുക, അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുക. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ആളുകളെ കൂടെ പോകുക. നമ്മൾ സാധാരണ പറയാറുണ്ട്, സ്കൂളിലെ കുട്ടികൾക്കൊക്കെ എക്സ്കർഷൻ അവസരം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും രക്ഷിതാക്കൾ അത് ബ്ലോക്ക് ചെയ്യരുത്. കാരണം അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്ന മൊമെൻറ്റുകൾ അതാണ്. ആ അവസരങ്ങൾ നമ്മൾ ഒരിക്കലും അവർക്ക് നിഷേധിക്കാൻ പാടില്ല. സോ യാത്ര പോകാൻ അവസരം കൊടുക്കുക. അതുപോലെ ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അതാത് ദിവസത്തെ എല്ലാ ടാസ്കുകളും തീർന്നു എന്ന ഫീലിങ്ങിൽ കിടക്കുക എന്നുള്ളതാണ്. ഇന്ന് ചെയ്യാനുള്ള വർക്കുകൾ പെൻഡിങ് ഉണ്ടെന്നുള്ള ഫീലിങ്ങിലാണെങ്കിൽ എൻഡോർഫിൻ്റെ അളവ് കുറയുന്നതാണ്. എൻഡോർഫിൻ്റെ സെക്രീഷൻ കുറയും. അതുകൊണ്ട് കംപ്ലീറ്റഡ് ദ ടാസ്ക്, എൻ്റെ എല്ലാ പണികളും ഇന്ന് തീർന്നിട്ടുണ്ട്, ഇനി നാളത്തെ കാര്യം എന്ന ഒരു ചിന്ത വരുമ്പോൾ തന്നെ തനിയെ ഹാപ്പിനെസ് വരും. ആ ഹാപ്പിനെസ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻഡോർഫിൻ്റെ അളവ് കൂടുന്നതാണ്. അതുപോലെ തന്നെ എൻഡോർഫിൻ ഉണ്ടാകുന്നതിന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗെയിമുകളാണ്. കളിക്കുക, ധാരാളം കളിക്കുക. അത് ഏത് നേരത്തെ പറഞ്ഞ കായികാധ്വാനമുള്ള തരത്തിലുള്ള ഫുട്ബോളോ ക്രിക്കറ്റോ അല്ലെങ്കിൽ വോളിബോളോ അങ്ങനെയുള്ള വെയിൽ കൊള്ളുന്ന ശരീരം അനങ്ങുന്ന കളികൾ കളിക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി സാധാരണ ഇൻഡോർ ഗെയിംസ് പോലും നമുക്ക് ചെസ്സ് അല്ലെങ്കിൽ പിന്നെ ക്യാരംസ് അടക്കമുള്ള ചെറിയ കളികൾ കളിച്ചാൽ, ലുഡോ ആണെങ്കിൽ പോലും അങ്ങനെയുള്ള ചെറിയ ചെറിയ കളികൾ കളിച്ചാൽ പോലും കളിക്കാനുള്ള ടെൻഡൻസി കിട്ടുമ്പോൾ തന്നെ എൻഡോർഫിൻ്റെ അളവ് കൂടും, അല്ലെങ്കിൽ എൻഡോർഫിൻ കൂടുകയും ആ സമയത്ത് സന്തോഷം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. സോ ഒന്നാമത്തത് എൻഡോർഫിനാണ്. എൻഡോർഫിൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടാം, എങ്ങനെ കൂടുതൽ ബാലൻസ് ചെയ്ത് ശരീരത്തിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ് നമ്മൾ ചർച്ച ചെയ്തത്. രണ്ടാമത്തെ ഹാപ്പി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഡൊപ്പാമൈൻ ആണ്. ഞാൻ മുമ്പ് പല വീഡിയോയിലും പലപ്പോഴായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ഡൊപ്പാമൈൻ്റെ പ്രൊഡക്ഷൻ കൂടുക. അത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ആ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഹാപ്പിനെസ്സും കൂടുന്നതാണ്. ഡൊപ്പാമൈൻ്റെ അളവ് കൂടുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവും. അതിലേറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് നമുക്ക് സ്വയം മറ്റൊരാൾ അംഗീകാരം തരിക, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് അംഗീകാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് ഒരു പ്രത്യേക മാർക്കുമായി വരുമ്പോൾ ആ കുട്ടിയെ ഒന്ന് അഭിനന്ദിക്കുക. അങ്ങനെ അഭിനന്ദിക്കുന്നതിലൂടെ നമ്മുടെ ഡൊപ്പാമൈനും കൂടും. അഭിനന്ദനം കിട്ടുന്ന എപ്പോഴാണോ ആളുകൾക്ക് അംഗീകാരം കിട്ടുന്നത്, നീ കൊള്ളാം, നീ ആ പറഞ്ഞത് നന്നായിട്ടുണ്ട്. ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്തു, ആ വീഡിയോൻ്റെ കമൻറ്റിൽ കൊള്ളാം, ഈ വീഡിയോ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ ഡൊപ്പാമൈൻ്റെ അളവ് കൂടുന്നുള്ളതാണ്. അതുപോലെ മറ്റൊരാളെ ഞാൻ അഭിനന്ദിക്കുമ്പോൾ എനിക്കും ഡൊപ്പാമൈൻ, നിങ്ങൾ എന്നെ അഭിനന്ദിക്കുമ്പോൾ നിങ്ങൾക്കും ഡൊപ്പാമൈൻ കൂടും, എനിക്കും ഡൊപ്പാമൈൻ കൂടും. അങ്ങനെ അഭിനന്ദിക്കുന്ന അവസരങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഏതെങ്കിലും വീട്ടമ്മമാർ ദുഃഖിതരാണ് എങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ധാരാളം അധ്വാനിക്കുന്ന ആ സ്ത്രീയെ സ്വന്തം ഭർത്താവ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വീട്ടുകാർ വേണ്ട രീതിയിൽ അഭിനന്ദിക്കാതിരിക്കും. നിനക്കൊക്കെ എന്ത് പണിയാണ് ഇതുവരെ ഇവിടെ ഉള്ളത്, നീ എന്ത് ചെയ്തിട്ടാണ് നിൻ്റെ സമയം പോയത്, നിനക്ക് ആ കാര്യം ചെയ്തുകൂടായിരുന്നില്ലേ എന്ന കുറ്റപ്പെടുത്തലുകൾ വരുന്നത് കൊണ്ടാണ്, അംഗീകാരം കിട്ടാത്തത് കൊണ്ട് ഡൊപ്പാമൈൻ്റെ അളവ് കുറയുന്നു. അത് കുറയുന്നതുകൊണ്ടാണ് അവർ ദുഃഖിതരാവുന്നത് അല്ലെങ്കിൽ സന്തോഷം കുറയുന്നത് എന്നതാണ് പുതിയ പഠനങ്ങൾ നമ്മളെ കാണിക്കുന്നത്. അതുപോലെ ഡൊപ്പാമൈൻ്റെ അളവ് കൂടുന്നത് നമുക്ക് ഇഷ്ടമുള്ള പുതിയ സാധനങ്ങൾ വാങ്ങുമ്പോഴാണ്. നിങ്ങൾ ആരാണെങ്കിലും ആലോചിച്ച് നോക്കുക, ഒരു പുതിയ ഡ്രസ്സ് വാങ്ങുമ്പോൾ സന്തോഷം ഉണ്ടാവും, പുതിയ വാഹനം വാങ്ങിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും, പുതിയ മൊബൈൽ വാങ്ങിക്കുമ്പോൾ, പുതിയ പേന വാങ്ങിക്കുമ്പോൾ, പെൻസിൽ വാങ്ങിക്കുമ്പോൾ, ചെറിയ കുട്ടികൾക്ക് ചെറിയൊരു ടോയ് പോലും. നമ്മൾ പറയുന്നത് സത്യത്തിൽ എല്ലാ രക്ഷിതാക്കളും നിരന്തരം കുട്ടികളെയും കൂട്ടി ടൗണിൽ പോയി കഴിഞ്ഞാൽ ആ കാറ് വാങ്ങിക്കണം, ഈ ടോയ് വാങ്ങിക്കണം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ സപ്രസ് ചെയ്യാറുണ്ട്. പക്ഷേ സപ്രസ് ചെയ്യുന്നത് കുറേ അധികം എണ്ണമാകുമ്പോഴാണ്. പക്ഷേ കുട്ടികളുടെ സന്തോഷം എന്ന് പറയുന്നത് അവരുടെ ഡൊപ്പാമൈൻ്റെ അളവ് കൂട്ടാൻ അവർ പുതിയതിന് ആഗ്രഹം കാണിച്ചു കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. നിഷേധിക്കപ്പെടണം. അത് നമുക്ക് മറ്റു വീഡിയോകളിൽ ചർച്ച ചെയ്യാം. എന്തായാലും കൊടുക്കാൻ പറ്റുന്നതൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡൊപ്പാമൈൻ്റെ അളവ് കൂടുകയും അവർക്ക് സന്തോഷം കൂടുകയും ചെയ്യും. അതുപോലെ ഡൊപ്പാമൈൻ്റെ അളവ് കൂടാൻ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ സാധാരണ പറയാനുള്ള യോഗയൊക്കെ പറയുന്നുണ്ട്, അത് ഞാനിവിടെ വിശദീകരിച്ച് പറയുന്നില്ല. പക്ഷേ ഒരു 10 മിനിറ്റ് എന്ന് പറയുന്ന സൈലൻറ്റ് 10 മിനിറ്റ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞിട്ട് ഒരു കാര്യവും ചിന്തിക്കാത്ത 10 മിനിറ്റ് വളരെ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുക, സ്വകാര്യ സമയമായിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. സ്വകാര്യ സമയമായിട്ട് കണ്ടെത്തുക എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സ്വകാര്യ സമയമായിട്ട് കാണാം. രണ്ടാമത്തെ സ്വകാര്യ സമയം എന്ന് പറയുന്നത് മറ്റാരുമായിട്ട് ഇടപാടില്ലാതെ നമുക്ക് മാത്രം സന്തോഷം കിട്ടുന്ന സ്വകാര്യമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു 10 മിനിറ്റ് ഡെയിലി കണ്ടെത്തുകയാണെങ്കിൽ അവരുടെ ഡൊപ്പാമൈൻ്റെ അളവ് കൂടും എന്നുള്ളതാണ്. അതുപോലെ നേരത്തെ എൻഡോർഫിൻ്റെ കാര്യം ചിരിക്കാൻ വേണ്ടി പറഞ്ഞു. ആ ചിരി പോലെ ഇനി പുഞ്ചിരി എന്ന് പറഞ്ഞാൽ ആളുകളെ കാണുമ്പോഴേക്കൊന്ന് ഒരു ചെറിയ ചിരി മുഖത്തിങ്ങനെ വരിക. എല്ലാവരോടും ഡെയിലി ഒരു 10-25 ആളുകളോട് ചിരിക്കാൻ നമുക്ക് പറ്റിയാൽ, അല്ലെങ്കിൽ 25 തവണ ചിരിക്കാൻ പറ്റിയാൽ, അത് പുഞ്ചിരി മാത്രമായിട്ട് ചിരിക്കുകയാണെങ്കിൽ ഡൊപ്പാമൈൻ്റെ അളവ് കൂടുമെന്നാണ് പറയുന്നത്. അതുപോലെ ഡൊപ്പാമൈൻ്റെ അളവ് കൂടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സെൻസ് ഓഫ് ഗ്രോത്ത് ആണ്. നമ്മൾ വളരുന്നു എന്ന ചിന്ത എപ്പോഴും ഉണ്ടാവണം. നമ്മൾ വളരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വളരുന്നു, നമ്മുടെ മാനസിക നില വളരുന്നു, നമ്മുടെ ഫിനാൻസ് വളരുന്നു, സാമ്പത്തികമായിട്ട് ഞാൻ ഉന്നതിയിലെത്തുന്നു, എൻ്റെ അക്കാഡമിക്സിൽ ഞാൻ ഉന്നതിയിലെത്തുന്നു, എൻ്റെ സാമൂഹ്യമായ ജീവിതത്തിൽ ഉന്നതിയിലെത്തുന്നു, എൻ്റെ സാമ്പത്തിക ഉന്നതിയിൽ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഞാൻ വളരുന്നു എന്ന ചിന്ത ആളുകളുടെ മനസ്സിലുണ്ടാകുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഹാപ്പിനെസ് ഉണ്ടാകും. അതിന് ഡൊപ്പാമൈൻ കാരണമാകുന്നതാണ്. അതുപോലെ 2 കാര്യം കൂടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും നമ്മുടെ ജീവിതം മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യുന്നതോടുകൂടെ നമ്മുടെ ഡൊപ്പാമൈൻ്റെ അളവ് കുറയാണ് ചെയ്യുക. മറ്റേ ആൾ നല്ല സന്തുഷ്ടനാണല്ലോ, അയാൾക്ക് നല്ല സാമ്പത്തികം ഉണ്ടല്ലോ, അയാൾ വളർന്നല്ലോ, അയാൾ നല്ല പഠനമാണല്ലോ, നമ്മളുമായി ബന്ധപ്പെടുന്ന ഫീൽഡിൽ അവർക്ക് എന്തൊക്കെയോ നേട്ടമുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയും എനിക്കത് ഇല്ലല്ലോ എന്ന് കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡൊപ്പാമൈൻ്റെ അളവ് കുറയുന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ എന്ന് പറയുന്നത്, ഡോണ്ട് ബി സോ സീരിയസ്. ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ജീവിതം ഭയങ്കര ഗൗരവത്തിൽ ഇങ്ങനെ
പോവുക. ഞാൻ എന്തോ വലിയ സംഭവമാണ്, തലക്കനം എന്ന് നമ്മൾ പറയാറില്ലേ, ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നൽ. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ കേൾക്കുന്നവരിൽ പല വലിയ ഉദ്യോഗസ്ഥരുണ്ട്, വലിയ വലിയ ആൾക്കാരൊക്കെ കേട്ടേക്കാം. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട, ഈ പ്രപഞ്ചത്തിൽ വെറും ഒരു പൊടിക്ക് പോലും തികയില്ല നമ്മളെന്നുള്ളതാണ്. നാളെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായാൽ നമ്മൾ പോയതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്ന, അല്ലെങ്കിൽ അതൊരു കാര്യമായി എടുക്കുന്ന അപൂർവം വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരാഴ്ചയോ 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ഇല്ലാതായി പോയാലും ഭൂമിയുടെ ഇന്ന് നടക്കുന്ന അതേ രീതിയിൽ നടക്കും. നമ്മളില്ലെങ്കിലും ഭൂമിക്കോ പ്രപഞ്ചത്തിനോ ഒന്നും സംഭവിക്കില്ല എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റുക. അല്ലാതെ ഞാനെന്തോ വലിയ സംഭവമാണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഡോപാമൈൻ്റെ അളവ് കുറയുന്നത്, ഹോർമോൺ കുറയുന്നത്, നമുക്ക് സന്തോഷം കുറയുന്നത്. അതുകൊണ്ട് ഡോണ്ട് ബി സോ സീരിയസ്. ആവശ്യത്തിന് മാത്രം സീരിയസ് ആവുക. ബാക്കി സമയത്ത് സില്ലിയായിട്ട് കാണേണ്ടതിന് സില്ലിയായിട്ട് കാണാനും വളരെ നോർമലായിട്ട് ജീവിക്കാനും നമുക്ക് പറ്റണം. ഹാപ്പി ഹോർമോണിലെ മൂന്നാമത്തതെന്ന് പറയുന്നത് സെറട്ടോണിനാണ്. സെറട്ടോണിൻ്റെ ഉൽപ്പാദനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് സത്യത്തിൽ നമ്മുടെ മൈൻഡ് ഓഫ് ഹെൽപ്പിംഗ് ആണ്. മറ്റൊരാളെ സഹായിക്കാനുള്ള ചാരിറ്റി മെൻറ്റാലിറ്റി എപ്പോഴുണ്ടാകുന്നോ, ഒരു പ്രയാസപ്പെടുന്ന ഒരാളെ സഹായിക്കുമ്പോൾ അപ്പോൾ നമുക്ക് കിട്ടുന്നത്, നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക, ജീവിതത്തിൽ ആരെങ്കിലും സഹായിക്കുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടായിട്ടുണ്ടാകും. ആ സന്തോഷം ആ മൊമെൻറ്റിൽ ഇൻസ്റ്റൻ്റായിട്ട് ലഭിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ സമയത്ത് സെറട്ടോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഉദാഹരണങ്ങൾ കുറേ പറയണ്ടാവും. അപ്പോൾ ബസ്സിൽ നമ്മൾ യാത്രയാണ്, ബസ്സിൽ നമ്മൾ സീറ്റ് ഇരിക്കുന്നു, വേറൊരു പ്രായമുള്ള ഒരു അപ്പൂപ്പനോ അല്ലെങ്കിൽ ഒരു ഗർഭിണിയായ സ്ത്രീയോ ഇങ്ങനെ നിൽക്കുന്നു, അവർക്ക് സീറ്റ് കൊടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവുകയും നമ്മൾ എഴുന്നേറ്റിട്ട് അവരവിടെ ഇരിക്കുന്ന ആ മൊമെൻറ്റിൽ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷത്തോടെ നമ്മളൊന്ന് നോക്കിയാൽ ആ ഒരൊറ്റ നോട്ടം മതി അന്നത്തെ ദിവസം മുഴുവനും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ. അതുപോലെ അത് മൃഗങ്ങൾക്ക് പോലും, ഒരു പട്ടിക്ക് ഭക്ഷണം കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന വഴിക്കുള്ള ഒരു പശു ദാഹിച്ച് കരയുമ്പോൾ അതിനൊരു ഇത്തിരി വെള്ളം കൊടുക്കുക. വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം വന്നിട്ട് കുടിച്ച് ഒരു ഇറക്കം ഇങ്ങനെ കുടിച്ചതിന് ശേഷം മുകളിലേക്ക് നോക്കിയിട്ട് നമ്മളൊന്ന് നോക്കും. സംസാരിക്കാൻ അറിയാത്ത ജീവിയാണെങ്കിൽ പോലും ആ ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. അങ്ങനെ ആളുകളെ, ഇനി രോഗിയായി കിടക്കുന്ന ഒരാൾക്ക് ഒരു 100 രൂപ സഹായം കൊടുക്കുന്നു, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കണ്ണിൽ നിന്ന് നമുക്ക് ആ സന്തോഷം കാണാൻ പറ്റും. അപ്പം തന്നെ നമുക്കും സെറട്ടോണിൻ്റെ ഉൽപ്പാദനം ഉണ്ടാകുന്നു, ഹാപ്പിനെസ് ഉണ്ടാകുന്നു. സോ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എപ്പോഴുണ്ടാകുന്നോ അപ്പോഴൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നുള്ളതാണ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സെപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുക. സെറട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കണ്ടീഷൻ വെച്ചിട്ടുള്ള ജീവിതം അല്ലാതിരിക്കുക എന്നുള്ളതാണ്. കണ്ടീഷൻ വെച്ചിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ, എനിക്ക് നാളെ അത് ചെയ്യണം, മറ്റന്നാൾ ഇത് ലഭിക്കണം, എനിക്ക് കാറ് വാങ്ങണം, എനിക്ക് മറ്റത് വാങ്ങിക്കണം, മറിച്ചത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടീഷൻ വെക്കുക. അതൊക്കെ ലഭിച്ചിട്ടില്ല എങ്കിൽ സങ്കടം വരുന്ന ഒരു അവസ്ഥ വരുമ്പോഴും നമ്മുടെ സെറട്ടോണിൻ്റെ അളവ് കുറയുക, അല്ലെങ്കിൽ ഹാപ്പിനെസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഗോ അൺകണ്ടീഷണൽ. നമുക്ക് പ്രത്യേകിച്ച് കണ്ടീഷനൊന്നുമില്ല. നാളെ ആകുമ്പോൾ എനിക്ക് ജീവനുണ്ടെങ്കിൽ, നാളെ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാളെയും ഞാൻ ഇന്നത്തെ പോലെ തന്നെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ ഞാൻ സന്തുഷ്ടനാണ് എന്ന് ചിന്തിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് യു ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. നിങ്ങളെക്കുറിച്ച് മറ്റോ എന്ത് വിചാരിക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കരുത്. അയ്യോ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. ഞാൻ നേരത്തെ ഒരു വീഡിയോ, നല്ല വൈറലായി ഇഷ്ടംപോലെ ആളുകൾ കണ്ടൊരു വീഡിയോ ആണ്, മടി ഓർ നാണം മാറ്റാൻ എന്ത് ചെയ്യുക എന്നുള്ളത്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഞാനത് പറയുന്നുണ്ട്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ചിന്ത നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. ആ ചിന്ത വരുമ്പോഴും നമുക്ക് സെറട്ടോണിൻ്റെ അളവ് കുറഞ്ഞു പോകും. അതുപോലെ ഹാപ്പിനെസ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ ആണ്. ഓക്സിറ്റോസിൻ്റെ ഉൽപ്പാദനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ടച്ച്, എംബ്രേസ്, അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളൊന്ന് ഹഗ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു സുഖം തോന്നും. ആ സമയത്ത് നമ്മൾ ഈ ഓക്സിറ്റോസിൻ്റെ അളവ് കൂടുകയും നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുകയും ചെയ്യും. ചെറിയ കുട്ടികൾക്കൊക്കെ സത്യത്തിൽ ടച്ച് കിട്ടിയില്ലെങ്കിൽ വെറുതെ ഒരു പാറ്റിങ്, ഒന്ന് പുറത്ത് തട്ടുക, ഒന്ന് ചേർത്ത് പിടിക്കുക, തലയിലൊന്ന് കൈവെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നതാണ്. എപ്പോഴൊക്കെ നമുക്ക് ആളുകളെ ഒന്ന് ടച്ച് ചെയ്യാൻ അവസരം കിട്ടും അപ്പോഴൊക്കെ നമ്മൾ അങ്ങോട്ട് ടച്ച് ചെയ്താൽ അയാൾക്കും സന്തോഷം കിട്ടും, ചെയ്യുന്ന നമുക്കും സന്തോഷം കിട്ടുന്നതാണ്. സോഷ്യൽ കോഷ്യൻ്റുമായി ബന്ധപ്പെട്ട, സോഷ്യൽ ഇൻട്രാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. മറ്റുള്ളവരെ നമ്മൾ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക, അവരെ ഒന്ന് പാറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, മരണ വീട്ടിലൊക്കെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മരണ വീട്ടിൽ നമ്മൾ പോകുകയാണെങ്കിൽ ആ സുഹൃത്തിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അടുത്ത് പോയിട്ട് ഒരുപാട് വാക്കുകളൊന്നും നമ്മൾ പറയാറില്ല. അടുത്ത് പോയി നിൽക്കുക, സങ്കടത്തോടെ നമ്മളും കൂടെ നിന്നതിന് ശേഷം വെറുതെ ഒന്ന് പിരിയുമ്പോൾ ഒന്ന് കൈ പിടിക്കുക, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് തട്ടുക മാത്രം ചെയ്തു കഴിഞ്ഞാൽ അതിന് ആ സമയത്ത് അയാൾക്ക് കിട്ടുന്ന റിലീഫ് ഭയങ്കരമാണ്. അപ്പം നമ്മളാണ് അങ്ങനെ ഒരു സങ്കടത്തിൽ നിൽക്കുന്നത്, നമുക്ക് ഏറ്റവും വേണ്ട നമ്മുടെ ചങ്ക് ബ്രോസ്, ഏറ്റവും അടുത്ത ആളുകൾ വരികയും നമ്മളോടൊന്ന് ടച്ച് ചെയ്താൽ മതി, ഒന്നും സംസാരിക്കേണ്ട. ആ ഒരൊറ്റ ടച്ചിങ്ങിന് ഒരുപാട് അർത്ഥവുമുണ്ട്. അതോടൊപ്പം നമുക്ക് ഭയങ്കര റിലാക്സ് കിട്ടുന്നുള്ളതാണ്. മീൻസ് അവിടെ നമ്മുടെ ഓക്സിറ്റോസിൻ്റെ അളവ്, ഓക്സിറ്റോസിൻ്റെ പ്രൊട്ടക്ഷൻ കൂടുന്നു നമുക്ക് മനസ്സിലായി. വീഡിയോ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്സിറ്റോസിൻ്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തായാലും എല്ലാ ദിവസവും ഒരല്പസമയമെങ്കിലും 2 വിഭാഗം ആളുകളുടെ കൂടെ ചെലവഴിക്കും
കഴിക്കാൻ ശ്രമിക്കുക. ഒന്ന്, നല്ല വാർദ്ധക്യത്തിലെത്തി ഒരു 70 വയസ്സിന് മേലെയുള്ള മുകളിലുള്ള അമ്മൂമ്മമാരോടോ അപ്പൂപ്പന്മാരോടോ ഇടപെടാൻ ശ്രമിക്കുക. അവരുമായിട്ട് സംസാരിക്കുക. നമ്മുടെ സ്വന്തം വീട്ടിൽ അങ്ങനെ ആളുകളുണ്ടെങ്കിൽ അവരെ ഒന്ന് പരിചരിക്കാനും അവരോട് സംസാരിക്കാനും നിൽക്കുക. അല്ലെങ്കിൽ 6 വയസ്സിന് താഴെയുള്ള കുട്ടികളോട്, അതും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോട്, അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ ബന്ധു വീട്ടിൽ എവിടെയാണെങ്കിലും അവരുമായിട്ട് അല്പസമയം നിങ്ങൾ സഹവസിക്കാൻ ശ്രമിച്ചു നോക്കുക. ജീവിതത്തിൽ നമ്മൾ തനിയെ അറിയാതെ തന്നെ ഓക്സിറ്റോസിൻ്റെ അളവ് കൂടുകയും നമുക്ക് സന്തോഷമുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഹാപ്പിനെസ് തീരുമാനിക്കുന്നത് ശരീരത്തിലെ കെമിക്കൽ കോർഡിനേഷനാണ്. ആ കെമിക്കൽ കോർഡിനേഷനിൽ പ്രധാനപ്പെട്ട 4 ഹോർമോൺ എന്ന് പറയുന്നത് 1 എൻഡോർഫിനാണ്, 2 ഡൊപ്പാമൈനാണ്, 3 സെറട്ടോണിൻ, 4 ഓക്സിറ്റോസിൻ. ഇതിൻ്റെ 4ൻ്റെയും ഉൽപ്പാദനവും ക്രമപ്പെടുത്തലും കൃത്യമായി കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് സംഭവിച്ചാലും നല്ല ഹാപ്പിനെസ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാലും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയുന്നത് ഒരു കാര്യം, സാധാരണ പറയാറുള്ളത് പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിൽ നിന്നൊരു വീഡിയോ കാണുന്നതെങ്കിൽ താഴെ സബ്സ്ക്രൈബ് എന്ന് ചുവന്ന അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നേരത്തെ അപ്ലോഡ് ചെയ്ത 2 വീഡിയോകൾ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം, അതുകൂടെ കാണുക. പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും വിടവാങ്ങുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ് MT വ്ളോഗ്.